പറക്കുന്ന കഴുകനെ കുറിച്ചാണ് പ്രസംഗിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും പറഞ്ഞാണ് പറക്കുന്ന കഴുകൻ. ഹല്ലേലൂയ. നമുക്ക് റെവലേഷൻ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിൽ 6-ാമത്തെ വാക്യം മുകളിൽ വായിച്ചു. സിംഹാസനത്തിന് മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന്റെ സദൃശം. അത് മത്തായിയുടെ സുവിശേഷത്തെ ചൂണ്ടിക്കാണിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സാദൃശ്യം. അടുത്തത് 2-ാം ജീവി കാളയ്ക്ക് സദൃശം. 2-ാം ജീവി കാളയ്ക്ക് സാദൃശ്യം. അത് ദാസനെ കാണിക്കുന്നു. അത് മർക്കോസിന്റെ സുവിശേഷം. 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്. 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം അറിയിക്കുന്നു. ലൂക്കോസ് പറയാണ് മനുഷ്യനായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശം. ഒന്നാമത്തെ വിഷയം. ഹല്ലേലൂയ. കഴുകൻ ഉയരത്തിൽ പറക്കുന്നു. ഹല്ലേലൂയ. കഴുകൻ ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ്. എന്തുകൊണ്ടാണ് കഴുകൻ ഉയരത്തിൽ പറക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. അത് യോബിന്റെ പുസ്തകം 39:27 മുതൽ വായിച്ചിട്ടുണ്ട്. നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും. യോബിനോട് യഹോവയായ ദൈവം ചോദിക്കുകയാണ്, നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മുകളിലേക്ക് പറക്കുന്നത്. എന്തുകൊണ്ടാണ് കഴുകൻ മുകളിലേക്ക് പറക്കുന്നത്? അത് യഹോവയുടെ കൽപ്പനയാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്. കഴുകനെ നീ ഉയരത്തിലേക്ക് പറക്കുവാൻ ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് ഉയരത്തിൽ പറക്കുന്നതിന് വേണ്ടിയാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഉയരത്തിൽ തന്നെ പറക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ കഴുകൻ എങ്ങനെ പറക്കണം? ഹല്ലേലൂയ. താഴേക്ക് പറക്കുന്നവനായി തീരുന്നത്. ഹല്ലേലൂയ. ദൈവജനമേ, നമ്മളെ ഓരോരുത്തരെയും നമ്മൾ തിരഞ്ഞെടുത്തതാണ് ദൈവത്തെ. യോഹന്നാന്റെ സുവിശേഷം 15:16 വായിക്കുന്നത്, നിങ്ങളെന്നെ തിരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും തന്നെ നിങ്ങൾ പിതാവിനോട് എന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും അവൻ ചെയ്തു തരുവാനായിട്ട് തന്നെ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അവൻ നിന്നെ തിരഞ്ഞെടുത്തു എങ്കിൽ നീ ഉയരത്തിൽ പറക്കുക. ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഉയരത്തിൽ പറക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉയരത്തിൽ പറക്കുവാൻ ദൈവം കഴുകനെ സൃഷ്ടിച്ചു എങ്കിൽ എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത് ഉയരത്തിൽ പറക്കുവാനാണ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 27:13 വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഞാനിത് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ. ഇവിടെ കണ്ടീഷൻ ഉണ്ട്. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകൾ കേട്ട്
നിന്റെ വാലല്ല നീ ഉയർച്ച തന്നെ പ്രാപിക്കയില്ല. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, എല്ലാവരും പറഞ്ഞാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. എന്താണ് ഉയർത്തെഴുന്നേൽപ്പ്? ഹല്ലേലൂയ, സ്തോത്രം. മരിച്ചവരല്ലാത്തവരെ ആരെങ്കിലും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുമോ? മരിച്ച് അടക്കപ്പെടാത്തവരാർക്കും ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മരിച്ച് അടക്കപ്പെടണമെന്ന് സാരം. പ്രൈസ് ഗോഡ്. ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം വന്നതിന് ശേഷം ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ചെന്നു. ഞാൻ ചോദിച്ചു, അമ്മമ്മയുടെ ഒരു മകനുണ്ട്, സ്തോത്രം. മകൻ്റെ പേര് ഷാദി എന്നാണ്. ഞാൻ ചോദിച്ചു, അമ്മമ്മ ഷാദി എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി അവൻ ശരിയാകണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ജനിക്കണം. ഹല്ലേലൂയ, പറഞ്ഞാൽ ശരിയാകണേ ഒന്നുകൂടെ ജനിക്കണം. ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഭാഷ. ശരിയാണെങ്കിൽ ഒന്നുകൂടെ ജനിക്കണേ. ഞാൻ പറഞ്ഞ അമ്മമ്മ ഇത് തന്നെയാണ് യേശു പറഞ്ഞത്. ഇത് തന്നെയാണ് യേശു പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. നീ എന്ത് ചെയ്യണം? ഒന്നിലും ജനിക്കണം, ഒന്നുകൂടെ ജനിക്കണം. യേശു അത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ഭാഷയാണ്, ലോക്കൽ ലാംഗ്വേജ് ആണ്. ലോക്കൽ ലാംഗ്വേജ് നമ്മൾ അവര് ശരിയാകണമെങ്കിൽ എന്ത് ജനിക്കണം? പറഞ്ഞില്ല, ഒന്നുകൂടെ ജനിക്കണം. യേശു അത് തന്നെയാണ് പറഞ്ഞത്. യേശു കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. നീ ഇത് മാത്രം പറഞ്ഞത്. ഞാൻ പറഞ്ഞ അമ്മ പറഞ്ഞത് ഞാൻ ഏറ്റു പറഞ്ഞു. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നമ്മൾ അവര് പറയുന്ന കാര്യം തന്നെ പറഞ്ഞാലും പറഞ്ഞല്ലോ. അവര് പറഞ്ഞ കാര്യം പറഞ്ഞാലും നമുക്ക് പറഞ്ഞല്ലോ. അവര് പറയുകയാണെങ്കിൽ അവരെ ഒന്നുകൂടെ ജനിക്കണം. ഓക്കെ, അത് തന്നെ ഞാനും പറയുന്നത്. ഒരിക്കലും ജനിക്കണം. അങ്ങനെ പറയുന്നത് നീ അത് പറയരുത്, ഇവിടെ പറയരുത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചാൽ പറഞ്ഞു. വീണ്ടും ജനിച്ചാൽ വരെ ദൈവമെന്നറിയാം. അവനെ കുഴിച്ചിടണം. ഈ പഴയവനെ കുഴിച്ചിടണം. പഴയവനെ അങ്ങനെ കുഴിച്ചിട്ടത് പിന്നെ ഈ വെള്ളമാകുന്ന ഈ കുഴിയിലേക്ക് അത് കുഴിച്ച് പിന്നെ എഴുന്നേറ്റ് അവന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അതാണ് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന വാക്കിന്റെ അർത്ഥം. സ്നാനപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നതാണ് ഈ വചനം. ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. പിന്നെ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ. ഭൂമിയിലുള്ളതാണ്. നിങ്ങൾ അമേരിക്കയിൽ എത്ര പേര് പോയിട്ടുള്ളത്? ഞാൻ അമേരിക്കയിലായിരുന്നു. അവിടെ രണ്ട് ട്വിൻ ടവർ എന്ന് പറയും. അത് വേൾഡ് ട്രേഡ് സെന്റർ. അത് നിമിഷ നേരം കൊണ്ടായിരുന്നു ഗ്രൗണ്ട് സീറോ ആയത്. ഈ ലോകത്തിലുള്ള അന്വേഷിക്കാൻ നല്ല രക്ഷയുണ്ട്. സുനാമി വന്ന് എത്രയോ പേര് ലോകത്തിൽ അന്വേഷിച്ചുള്ളത് അന്വേഷിച്ച് അവരുടെ പരിപാടി ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം വേണ്ട. കത്രീന വന്ന് എത്രയോ പേര് ഈ ലോകത്തിലുള്ളതെല്ലാം അന്വേഷിച്ച് അവരുടെ പരിപാടി ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത് ഗ്രാമീണ എത്രയോ പണക്കാരാരുടെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തവരായിട്ട് ചെയ്തിട്ടുണ്ട്. ലോകത്തിലുള്ളത് അന്വേഷിച്ച് തന്നെ ലോകം. അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല, പിന്നെ എവിടുത്തെ ഉള്ള അന്വേഷിക്കണം. ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്ന ആരെ എവിടുത്തെ അന്വേഷിക്കാന? ഉയരത്തിലുള്ളത്. കണിയനെ നിന്നെ ഉയരത്തിലുള്ളത് അന്വേഷിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ. യെശയ്യാവിന്റെ പുസ്തകം 55:8-11 വരെയുള്ള വാക്യത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിക്കുക. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ വഴികൾ എന്റെ വഴികൾ. നമുക്ക് ആരുടെ വഴികൾ നമ്മൾ നടക്കണ്ടേ? സ്വോത്രം. ആരുടെ വിചാരങ്ങൾ നമ്മൾ വിചാരിക്കുന്നത്? സ്വോത്രം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും. ഭൂമിയിലുള്ള വഴികളായിരുന്നു. സ്വോത്രം. ഭൂമിയിലുള്ള വഴികൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം
ചിന്തിക്കേണ്ടത്. ഞാൻ കോട്ടയം ചെന്നു. കോട്ടയം ചെന്ന് ജഡ്ജിന്റെ മുന്നാണ് നിന്നു. സ്വതന്ത്രം ജഡ്ജി എടുത്ത വാങ്ങി ചോദിച്ചു കുടിച്ചിട്ടാണ് വന്നത് രാവിലെ. പിന്നെ പല വിഷയമാണ്. എനിക്ക് വല്ലതും ബാധിക്കാൻ പറ്റുമോ? സ്വതന്ത്രം കേട്ടതും കിട്ടുന്നത് വാങ്ങിച്ചിട്ട് ഞാൻ നല്ല പിടിച്ച് ജയിലിൽ പോകും. സ്വതന്ത്രം ആരേറിയ സ്വതന്ത്രം കൂടുതലുള്ളത് അന്വേഷിച്ചുകൊണ്ട് നടന്നത്. സ്വതന്ത്രം അമ്മ എന്നോട് പറഞ്ഞ പോലെ എല്ലാം ഈ തരണം ഞങ്ങൾ അയച്ചേർന്ന് ഞാൻ പറഞ്ഞ അവർക്ക് തുടങ്ങിയ പരിപാടി ബന്ധുക്കോസിലെ പാസ്റ്റർമാരെ കൊടുക്കാനാണ്. സ്വതന്ത്രം 10 വയസ്സ് പോലും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഭൂമിയിലുള്ള അന്വേഷിച്ചുകൊണ്ട് നടന്നു. ഉള്ള കാശെല്ലാം കൊണ്ട് സുഖത്തിരുപ്പിട്ടിരിക്കും. ഒടുവിൽ എന്തിയെന്ന് പോലും അറിയത്തില്ല. സ്വതന്ത്രം ഹാലേലൂയ. സ്വതന്ത്രം ഭൂമിയിലുള്ള അന്വേഷിച്ചുകൊണ്ട് നടന്നത്. പക്ഷെ തന്നെ ഇപ്പൊ ഉയരത്തിൽ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഉന്നതമായിട്ടുള്ള ലെവലിലൊക്കെ പോകുന്നത്. ഉന്നതമാന്മാരുടെ കൂട്ടത്തിലായി ഇരുത്തുന്നത് കണ്ട ഉന്നതമായ ലെവലിലാണ് നടക്കുന്നത്. ഉന്നതമായിട്ടുള്ളത് അന്വേഷിച്ചാൽ ഉന്നതമായിട്ട് ജീവിക്കുവാൻ സാധിക്കും. ഉയരത്തിൽ ജീവിക്കുവാൻ സാധിക്കും. യഹോവയുടെ വഴികളൊക്കെയും നിങ്ങളുടെ വഴികളെ പോലെയല്ല, ഉന്നതമായിട്ടുള്ള വഴികളാണ്. ദൈവത്തിന്റെ ചിന്തകളൊക്കെയും ആഴെയുള്ള ചിന്തകളല്ല, ഉയരത്തിലുള്ളത്. അപ്പൊ നമ്മൾ ഏത് ചിന്ത ചിന്തിക്കേണ്ടതില്ലേ? ഉയരത്തിലുള്ളത്, ഉന്നതമായിട്ടുള്ള ചിന്ത. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കർത്താദാസൻ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു വിഷയമുണ്ട്. ചിന്തിക്കുമ്പോൾ ഉന്നതമായിട്ടുള്ള കാര്യം ചിന്തിക്കണം. നമ്മുടെ ദൈവം കൊച്ചു ദൈവമല്ല, വലിയ ദൈവം. അപ്പോൾ വലിയ കാര്യങ്ങളെ ചിന്തിക്കണം. ഞാൻ അന്ന് പോലെ ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. സ്വതന്ത്രം സ്വതന്ത്രം അല്ലെങ്കിൽ ഇരിക്കത്തില്ല. പ്രേക്ഷിക്കാണ്. എനിക്ക് കർത്തദാസനെ ഒന്ന് നോക്കി. ലോക ഫേമസ്, ലോകത്തിന് സകല മനുഷ്യരും അറിയപ്പെടുന്ന ഒരു കർത്തദാസൻ. ഹല്ലേലൂയ. അത് ഞങ്ങൾക്കെല്ലാം അറിയാതിരിക്കും. ഈ മുമ്പേ പറഞ്ഞതുപോലെ 1000 പാട്ടുള്ള ബുക്കിനകത്ത് JVP കാണുന്ന അത്രയ്ക്ക് വലിയ യോഗ്യനായ മനുഷ്യൻ. ആ മനുഷ്യന്റെ കൂടെ നിന്നിട്ട് ശുശ്രൂഷിക്കാൻ എനിക്കെന്ത് യോഗ്യത? സ്വതന്ത്രം അല്പകാലം കൂടെ ചിന്തിച്ചു പോയി. ഈ കൊച്ചു മനസ്സോടൊന്ന് ചിന്തിച്ചു പോയി. എനിക്കെന്ത് യോഗ്യത? സ്വതന്ത്രം. അവ എവിടെ പോകണം? ഉന്നതമായിട്ടുള്ള ചിന്ത ചിന്തിക്കണം. ഉന്നതമായിട്ടുള്ള വഴികളിൽ നാം നടക്കണം. അപ്പൊ ഉന്നതന്മാരുടെ നിലയിൽ നമ്മളെ ആക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. 92 സംഗീതത്തിന് 5 വാക്യം വായിച്ചോളെ. സ്തോത്രം. ഹല്ലേലൂയ. യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. യഹോവയുടെ ചിന്തകൾ എങ്ങനത്തെയാണ്? അത്യന്തം അഗാധമായവ. അപ്പൊ നമ്മൾ ഏത് ചിന്തയിലാണ് ചിന്തിക്കേണ്ടത്? അഗാധമായ ചിന്ത. അത് എവിടെയാണ് ഇരിക്കുന്നത്? അത് വിശുദ്ധ വചനത്തിലുള്ള പ്രേക്ഷകർ. അവന്റെ ചിന്തകളൊക്കെയുമാണ് ഈ കറുത്ത പുസ്തകത്തിനകത്തുള്ളത്. അവന്റെ വഴികളാണ് ഈ കറുത്ത പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. അവന്റെ ചിന്ത അവനോടുകൂടെ ചിന്തിക്കുന്നവർ, അവനോടുകൂടെ നടക്കുന്നവരുമായി തീരണം. ദൈവജനമേ, അതിനായി അവൻ എന്റെ വിളിച്ചിരിക്കുന്നത്. അത് മൂടനായവൻ അറിയുന്നില്ല. വായിക്കേണ്ട ഒരു വാക്യമാണ്. മൃഗപ്രായനായ മനുഷ്യനത് അറിയുന്നില്ല. അടുത്തത് മൂടനത് ഗ്രഹിക്കുന്നതില്ല. എന്റെ മൂടനയിൽ ഞാൻ നടന്നപ്പോൾ അത് ഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എന്റെ മൂടനയിൽ നടന്നപ്പോൾ ഞാൻ 7 പ്രാവശ്യം ഈ ബൈബിൾ വായിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും ഈ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ദൈവജനമേ, എപ്പോൾ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചുവോ, അവന്റെ കൽപ്പന അനുസരിക്കുവാൻ തീരുമാനിച്ചുവോ, ഇതൊരു കമ്പ്യൂട്ടർ തുറക്കുന്നത് മാറി ഇറങ്ങി വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മൂഢനത് ഗ്രഹിക്കുന്നില്ല. സ്തോത്രം. മൃഗപ്രായങ്ങള് അറിയുന്നില്ല. ദൈവത്തിന്റെ വഴികൾ എത്ര അഭോജനമായ. സ്തോത്രം. നമ്മൾ ആരുടെ വഴികളിലായിരുന്നു ഇന്ന് പകൽക്കാലം നടക്കുന്നത്? ആരുടെ ചിന്തകളാണ് നാം ചിന്തിക്കുന്നത്? കഴുകനെ പോലെ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ, ഉയരത്തിലേക്ക് പറക്കുവാൻ. അത് 10,000 അടി ഉയരത്തിൽ പറക്കുന്നു. നാം ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു എയ്റോപ്ലെയിൻ എത്ര ഉയരത്തിൽ പറക്കുന്നു? അതിനോടൊപ്പം പറക്കുവാൻ ദൈവം ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചിരിക്കുന്നു എങ്കിൽ എന്നെയും നിന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത്, എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് താഴത്തെ കാര്യത്തെ പറ്റി നടക്കുവാനല്ല, ഉന്നതമായ വഴികൾ നടക്കുവാൻ, ഉന്നതന്മാരോടുകൂടെ സഹവാസം ചെയ്യുവാൻ, ഉന്നതമായത് ചിന്തിക്കുവാൻ, ഉന്നതമായത് പ്രവർത്തിക്കുവാൻ ദൈവം അതുങ്ങളെ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവജനമേ, ഇന്ന് പകൽക്കാലം ഒരു ഉന്നതമായ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വരുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ.
കഴുകൻ ഒറ്റയ്ക്കാണ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ കഴുകന്റെ കൂടെ നേരെ കഴിയുമ്പോൾ കഴുകനെ കണ്ടുള്ള എത്രവരുണ്ട്? കഴുകനോട് വേറെ പക്ഷികൾ വല്ലതും പറയുന്നുണ്ടോ? കഴുകനോട് മറ്റുള്ള പക്ഷികൾക്ക് പറക്കാനും പറ്റുന്നില്ല. മറ്റുള്ള പക്ഷികളോട് കാക്കയെ പോയാലും മറ്റുള്ള കാക്കയും പക്ഷികളുടെ കൂടെ ഒക്കെ മറ്റുള്ള പക്ഷികളൊക്കെ പറയും. പക്ഷേ കഴുകന്റെ കൂടെ മാത്രം പറക്കുന്നില്ല. അതിലൂടെ പറയാൻ പറ്റുന്നില്ല. സ്വോത്രം പറഞ്ഞാൽ കഴിയാൻ പറയുന്നത് പറഞ്ഞാൽ എല്ലാം പറയും. കഴിയാൻ ഒറ്റയ്ക്കാ പറയുന്നത്. അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒറ്റയ്ക്ക് പറക്കാൻ. സ്വോത്രം ദൈവം അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റുള്ള ഈ നാട്ടിലുള്ള എല്ലാ പക്ഷികളുടെയും കൂട്ടത്തിൽ നടക്കുവാനല്ല. നാട്ടിലുള്ള പക്ഷികളുടെ കൂടെ ഒന്നും അത് പറക്കത്തില്ല. പ്രദേശമാണ്. കാരണം ആ പാട്ടുള്ള പക്ഷികൾക്ക് അതിലൂടെ പറക്കാനും പറ്റുന്നില്ല. ഉയർത്തി പറയുന്നതിനിടയ്ക്ക് ഈ ചെറിയ പക്ഷികളുടെ അതിലൂടെ പറക്കാൻ പറ്റും. അതിങ്ങനെ വീശി വട്ടം ചുറ്റി കിടക്കുകയാണ്. സ്വോത്രം മറ്റുള്ള പക്ഷികളൊക്കെ പറക്കണതിന്റെ കയ്യിൽ ചെറിയ ആചാരിക്കണം. സ്വോത്രം അത് പറക്കാൻ പറ്റുന്നില്ല. അവിടെ എന്ത് ചെയ്യുന്നത്? കഴുകന്റെ കൂടെ മറ്റുള്ള പക്ഷികള് പറക്കാൻ പറ്റുന്നില്ല. നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നുണ്ട് മറ്റുള്ള പക്ഷികളുടെ കൂടെ ചെറു പക്ഷികളുടെ കൂടെ പറക്കുവാനല്ല. സ്വോത്രം സ്വോത്രം അതുകൊണ്ടാണ് 2 Corinthians 6-ാം അധ്യായം 14-15 വാക്യത്തിൽ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹാലേലൂയ സ്തോത്രം പറക്കുവാൻ നമുക്ക് പറ്റാത്തത്? നമുക്ക് പറക്കുവാൻ അവർക്ക് നമ്മളോട് പറക്കുവാൻ യോഗ്യതയില്ല. നിങ്ങൾ അവിശ്വാസികളോട് ഇടയില്ലാപ്പിട കൂടെ. നിങ്ങൾ ആരോട് ഇടയില്ലാപ്പിട കൂടരുത്? അവിശ്വാസികളോട് കൂടെ ഇടയില്ലാപ്പിട കൂടരുത്. ഞാൻ ഇടയില്ലാപ്പിടത് കൂടാൻ പോയി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ബിസിനസ് ഗുണമായിട്ട് പിന്നെ അടുത്ത ബിസിനസ്സിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഒരു റെസ്റ്റോറൻറ്റും ഒരു തുണിക്കടയും ഒരു സൂപ്പർ മാർക്കറ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ സ്ഥലം ഞങ്ങൾ 4 പേര് കൂടി വാടകയ്ക്ക് എടുത്തു. 3 വിശ്വാസികളും യാഗോക്കാരും പറയാൻ 3 വിശ്വാസികളും യാഗോക്കാരും ഇടയിലവിടെ കൂടിയിരിക്കുന്നു. സ്വന്തം $2-3 ലക്ഷം ചിലവാക്കിയ തുടങ്ങിയിരിക്കുന്നു. സ്വന്തം ഒരു മാസം ഞാനും വേറൊരു വിശ്വാസിയുടെ കൂടെ നിന്നു. അവരുടെ വായിക്കുന്ന വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട, ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണമായിരുന്നു. ഞാൻ സാധാരണ രീതിയിൽ പലപ്പോഴും ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ചർച്ചിൻ്റെ വിഷയത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ ഈ ചീത്തോട് കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു എന്നെ വന്ന് ചെയ്ത് തിരിപ്പിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇവൻ്റെ കൂടെയുള്ള പരിപാടി വേണ്ട. നഷ്ടം വരുന്ന നഷ്ടം വന്നുകൊണ്ട് പക്ഷേ എനിക്ക് ഉത്സവതയെ വേണ്ട. കാലിലെ കളഞ്ഞിട്ട് ഞാൻ മറ്റേ നിവാസം കിട്ടും. അവിശ്വാസികളിലൂടെ ഇടയില്ലാപ്പിട കൂടരുത്. $1.5 ലക്ഷം നശിച്ചുപോയി. സ്വന്തം ഹല്ലേലൂയ. എന്താ കാരണം? അവിശ്വാസികളിലൂടെ കൂടെ ഇടയില്ലാപ്പിട കൂടി. ഹല്ലേലൂയ. അവന്റെ ചിന്ത മുഴുവൻ ഈ ലോകത്തിലെ ചിന്തയാണ്. അവന്റെ പ്രവർത്തികൾ മുഴുവൻ ഈ ലോകത്തിന് പ്രവർത്തിക്കുക. അവന്റെ വായിൽ വരുന്നതൊക്കെ ഈ ലോകത്തിന് വായിൽ വരുന്നതൊക്കെയാണ്. സ്വോത്രം. കാരണം നമുക്ക് എന്തെല്ലാം നഷ്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വായിൽ വരുന്ന കേട്ടുള്ളത് ഇതാണ് നിൽക്കാൻ പറ്റുന്നത്. പറ്റുമോ? ഇത് പറ്റത്തില്ല. നമുക്ക് പറ്റുന്ന ഒന്നുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ട്. അതാണ് ഭാഷ എന്നറിയാം. യേശുവിന്റെ ഭാഷ, ദൈവത്തിന്റെ ഭാഷ. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ അതേ ഉള്ളൂ. നമ്മൾ സംസാരിക്കുന്ന ഭാഷ യേശു ഒരിക്കൽ പറയാണ്, നിന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നതിനല്ലോ ആയ സംസാരിക്കുന്നത്. അവന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നത് എത്ര നീചമായിട്ടുള്ളതായാലും ഹല്ലേലൂയ സ്തോത്രം. ഈ നീചനായവരുടെ കൂടെ ഞാൻ അങ്ങനെ ഇടപെടാൻ സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. അവിശ്വാസങ്ങളോട് ഇടയില്ലാപ്പിട കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. വെളിച്ചത്തിന് ഇരുട്ടോട് എന്തൊരു കൂട്ടായ്മ. അന്ധകാരത്തിലിരിക്കുന്നവരും നാം പ്രകാശത്തിലിരിക്കുന്നു. ദൈവമക്കളെ നമുക്ക് തമ്മിൽ ഈ അന്ധകാരത്തിലിരിക്കുന്നവരും തമ്മിൽ എങ്ങനെ കൂടി നടക്കുവാൻ സാധിക്കും? ഹല്ലേലൂയ സ്തോത്രം. അവന്റെ കൂട്ടായ്മയാണ്. അവൻ ഇരുട്ടിലാണ് വസിക്കുന്നത്. അവൻ ഇരുട്ടിന്റെ പ്രവർത്തനം ചെയ്യുന്നവന് അവന് വെളിച്ചത്തിലേക്ക് വരുവാൻ സാധ്യമാകുകയില്ല. വെളിച്ചത്തിലേക്ക് അവൻ കടന്നു വന്ന് അവന്റെ പ്രവർത്തികളൊക്കെയും വെളിച്ചത്ത് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ഇരുളിൽ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഇരുളിൽ വസിക്കുന്നവരോടുകൂടെ കൂട്ടായ്മയ്ക്ക് പോയ ദൈവജനമേ, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. യേശു പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഹല്ലേലൂയ വിളക്ക് കത്തിച്ച് ആരും പറയുകയില്ല വെക്കുവാനുള്ള തണ്ടിന്മേലത്ര വെക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ തണ്ടിന്മേൽ നിർത്തിയിരിക്കുന്നു.
പക്ഷിയെ പോലെ പറക്കുന്ന കഴുകനെ പോലെ ഉയരത്തിൽ ഒറ്റയ്ക്ക് പറക്കുവാൻ മറ്റുള്ള പക്ഷികളുടെ കൂടെയെല്ലാം പറക്കേണ്ടത്. കൂട്ടായ്മ നമ്മൾ ആരോടാണ് ആദരിക്കുന്നത്? നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ കൂട്ടുപ്രവർത്തനം എങ്ങനെയായിരിക്കുന്നു? നാം ഇതൊന്ന് ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്ത ആരോടുകൂടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്? ആരോടുകൂടെയാണ് ഞാൻ കൂട്ടായ്മ? മദ്യപാനിയെ കണ്ടാൽ അവരോട് കൂടിയോ, അതുകൂടി മറ്റുള്ള ദേശക്കെട്ടുകാരോടുള്ളത് അവരോടുകൂടെ ഞാൻ സഹവസിക്കുന്നത്. ഞായറാഴ്ച പള്ളിയിൽ വന്ന് അവിടെയും വന്ന് ആരാധിക്കും. മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവരോടുകൂടെയും പോകും. അതാണ് ഹാലേലൂയ നമ്മുടെ ജീവിതം. ആ ജീവിതമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു കാലത്ത് ഞാൻ അന്ധകാരത്തിലായിരുന്നു. പിശാചിനെ സേവിക്കേണ്ടി വന്നു. നല്ലവണ്ണം സേവിച്ചു പിശാചിനെ. ഇപ്പൊ ആ പിശാചിനെ സേവിക്കുവാനല്ല, എന്റെ സൃഷ്ടികർത്താവിനെ സേവിക്കുവാൻ ഞാനൊരു തീരുമാനം. ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. പിശാചിനോട് പറയാം, പിശാചേ, ഞാൻ നിന്നെ സേവിച്ചു, നല്ലതുപോലെ സേവിച്ചു. എന്റെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഞാൻ നിന്നെ സേവിച്ചതാണ്. ഇപ്പൊ ഞാൻ നിന്നെ വെറുക്കുന്നു. നിനക്ക് സലാം. ഹല്ലേലൂയ. ഞാനിപ്പോ എന്റെ കർത്താവ്, എന്റെ രക്ഷിതാവുമായവനെ ഞാൻ സേവിക്കുവാൻ തീരുമാനമെടുക്കുന്നു. അവനോടുകൂടെയായിരിക്കും എന്റെ വാക്ക്. ഹല്ലേലൂയ, സ്തോത്രം. കഴിയുന്നതിനെയാണ് പറയുന്നത്, ഒറ്റയ്ക്കാണ് പറയുന്നത്. ഞാനും ഹല്ലേലൂയ എന്നെ പറപ്പിക്കുവാൻ പഠിപ്പിച്ച വലിയ കഴികൾ എന്റെ അപ്പൻ കഴികൾ ആരാണ്? ഹല്ലേലൂയ, അവരോടൊപ്പം ഞാൻ പറക്കും. ഈ നാട്ടിലുള്ള എല്ലാ പക്ഷികളോടും കൂടെയാണ് ഞാൻ പറക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ തീരുമാനമായിരിക്കട്ടെ. ആ തീരുമാനത്തിൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ തീരുമാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അവൻ നമ്മോട് അടുത്ത് വരും. ദൈവം പറയുകയാണ്, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരുമെന്ന്. എന്താ പിശാചിനോട് എതിർത്ത് പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഹല്ലേലൂയ അതിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് പറക്കുവാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തതായിട്ട് ഹല്ലേലൂയ, സ്തോത്രം നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. കഴിയുടെ അടുത്ത പ്രത്യേകത പെരുങ്കാറ്റ്, കൊടുങ്കാറ്റ്, മറ്റുള്ള ഏത് പേമാരി വന്നെന്ന് പറഞ്ഞാലും, ഏത് സുനാമി വന്നാലും, ഏത് കത്രീന വന്നെന്ന് പറഞ്ഞാലും ഇതിനൊരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള പക്ഷികൾക്കൊക്കെ അതിന് എന്ത് കാറ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കൂടെ കഴിക്കുന്നു. കൂട് കിട്ടിയ കിട്ടുന്നത് കയറി വീഴും. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുവാൻ, സമാധാനത്തോടുകൂടി ഇരിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ച് ഓടി നടക്കുകയാണ്. എവിടെയെങ്കിലും ഒരു താവളം കിട്ടണം. ആ താവളത്തിൽ പോയി, ആ മാളത്തിൽ പോയി അത് കയറിയിരുന്നോളൂ. തോന്നണം. എന്താ കഴിയാൻ അങ്ങനെയാണ്? കഴിയാൻ അങ്ങനെയല്ല. കഴിയാൻ പറയുന്ന കാറ്റേരി നേരി കൊണ്ടടിച്ച് എനിക്കിപ്പോ പറക്കാനുള്ള അവസരം. ഹല്ലേലൂയ. എനിക്കിപ്പോ പറക്കാനുള്ള അവസരം. മഴയാണ് ഇങ്ങോട്ട് വന്നാലേ എനിക്കിപ്പോ ഉയരത്തിലേക്ക് പറക്കുവാനുള്ള നല്ല സാവകാശമാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന് പ്രതികൂലം വരികയാണ്. കറിയനെ പറപ്പിച്ച് താഴെ ഇടാൻ വേണ്ടിയാണ് കാറ്റ് വന്നിരിക്കുന്നത്. കാറ്റ് അപ്പൊ കഴിയ പറയുന്നത് ഞാൻ എന്റെ ചിറക് വിടർത്തും. ഹല്ലേലൂയ. എന്റെ ചിറക് വിടർത്തുക മാത്രമല്ല, ഞാൻ അതിനെ ലോക്ക് ചെയ്യും. കഴിയൊരു ലോക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് ചിറകോട് വിടർത്തിട്ട് അങ്ങോട്ട് ലോക്ക് ചെയ്യും. കാറ്റ് ഇങ്ങോട്ട് വരും. അപ്പൊ പിന്നെ കഴിയൊരു ബുദ്ധിമുട്ട് വന്നില്ല. ഇങ്ങനെ കയ്യിൽ അടിക്കുകയൊന്നും വേണ്ട, ചിറകിട്ട് അടിക്കുകയൊന്നും വേണ്ട. അത് ഇങ്ങനെ നമ്മൾ ചരിച്ചു പിടിക്കും. പ്ലെയിൻ പിടിക്കുന്നവർ ഇങ്ങനെ പിടിക്കും. ആ പിടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ളതില്ല. നമ്മൾ എത്ര പേരെ കണ്ടിട്ടുണ്ട്? കഴിവിന്റെ പറക്കെ അങ്ങനെയാണ്. ഏത് ചുഴലിക്കാറ്റ് വന്നോട്ടെ, ജീവിതത്തിൽ പേമാരി വന്നുകൊള്ളട്ടെ, ജീവിതത്തിൽ ഏത് കത്രീന വന്നോട്ടെ, ഏത് നാശകരമായ മഹാമാരി വന്നോട്ടെ, കഴിവൻ പറയുകയാണ്, ഞാൻ ഉയരത്തിലേക്ക് പറക്കുവാൻ നല്ല അവസരമാണ്. ഹല്ലേലൂയ. ഇത് നല്ല അവസരമാണ്. ഈ അവസരത്തിൽ ഞാൻ ഉയരത്തിലേക്ക് പറക്കും. പേമാരി വരട്ടെ. ഹല്ലേലൂയ. എന്നെ നശിപ്പിക്കുവാൻ നോക്കുന്ന കൊടുങ്കാറ്റ് ഞാൻ ഉയരത്തിൽ പറക്കുവാൻ ഇപ്പൊ നീ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതിനായിട്ടാണ് എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത്. ഏത് കൊടുങ്കാറ്റിലും ഏത് പേമാരിയിലും നിന്നെ നശിപ്പിക്കുവാൻ നോക്കുന്ന ഏത് കാറ്റിന്റെ സമയത്തും ഹല്ലേലൂയ നിന്റെ വിശ്വാസത്തിന്റെ ചിറകൊന്ന് വിടർത്തണം. വിശ്വാസമാകുന്ന ചിറകൊന്ന് വിടർത്തണം.
അങ്ങനെ ഇന്ന് നിന്റെയും പറക്ക എങ്ങനെയുള്ളതാണ്? ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്കൊരാളെ എടുത്തു നോക്കാം. ആരാണ് ഇങ്ങനെ ഉയരത്തിൽ പറന്നു പോയിട്ടുള്ളത്? 2 കൊരിന്ത്യർ 11-ാം അധ്യായം 24 മുതൽ വായിച്ചു. 1 കുറെ 40 അടി 5 വട്ടം കൊണ്ടു 3 വട്ടം കോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറ് കൊണ്ടു 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചു. അതേപോലെ 1 കുറെ 40 അടി 5 ഒരടിയെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട്. 1 കുറെ 40 എത്ര വട്ടം? 5 വട്ടം. 5 വട്ടം. പിന്നെ അടുത്തത് 3 വട്ടം കോലിനാൽ അടി കൊണ്ടു 3 വട്ടം കോലിന് എന്തെങ്കിലും അടി വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കോലിന് അപ്പന്റെ അമ്മനെ അടിക്കുന്ന വല്ലതും തുടങ്ങി അടി വാങ്ങി ചെറുപ്പത്തിൽ. പിന്നെ അടുത്തത് ഒരിക്കൽ കല്ലേറ് കൊണ്ടു മരിച്ചവനെ പോലെ മരിച്ചതായിരുന്നു. സ്തോത്രം. ആരെങ്കിലും ഈ മാങ്ങായിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക പറകിമാനം ചിലപ്പം അല്ല കല്ലുകൊണ്ട് ദേഹത്ത് വീടേക്ക് വീടെന്ന് പറയാം. സ്തോത്രം. അല്ലതായിരിക്കും നമ്മളെ കല്ലെറിഞ്ഞു എറിഞ്ഞിട്ടുണ്ടായിരിക്കും. സ്തോത്രം. അടുത്തത് 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു. ഒരു പ്രാവശ്യം കപ്പൽ ഛേദത്തിലകപ്പെട്ടിട്ട് എല്ലാവരും 250 പേരുണ്ട്. എല്ലാം മരിച്ചു പോകുന്ന തീരുമാനമെടുത്ത 14 ദിവസം പട്ടിണി കിടന്നത്. പിന്നെ വെളിച്ചം കാണാതെ കിടന്നത്. അന്നേരം പറയുന്ന കപ്പലിൽ കിടന്ന് കപ്പൽ സഭയുണ്ടാക്കിയ നിയമത്തിലുള്ളൂ. മരിക്കാൻ കിടക്കുന്നത് സഭയുണ്ടാക്കി. അന്നേരം പറയുകയാണെങ്കിൽ എഴുന്നേറ്റ് പറയുകയാണെങ്കിൽ നിങ്ങളെ എല്ലാം ദൈവം എനിക്ക് തന്നിരിക്കുക. നിങ്ങളെ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിക്കുന്ന ദൈവം എനിക്ക് പ്രത്യക്ഷനായി വന്നത് നിങ്ങളെ എല്ലാം എനിക്ക് തന്നിരിക്കുക. സ്തോത്രം. ഒരുത്തരും മരിക്കത്തില്ല. ഇത്ര വലിയ മനുഷ്യനെ ആരും കാണാൻ സാധിക്കും. അടുത്ത വായിച്ചു. 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. സ്തോത്രം. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. ഇതെല്ലാം സഹോദരന്മാരുടെ ആപത്ത്. മറ്റുള്ളവരെല്ലാം സഹിക്കാം. സഹോദരന്മാരുടെ ആപത്ത് ഇതൊന്നും സഹിക്കാൻ വയ്യാത്ത ഇതുണ്ട്. ഇതിനകത്തുണ്ട് അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, ഇതെല്ലാം സഹിച്ചു. ഈ കൊടുക്കാതെ ഭയമാരി ഇതെല്ലാം ആളുടെ ജീവിതത്തിൽ വന്നു. അപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ വന്നു. നമുക്ക് നോക്കാം പൗലോസ് എന്ന് പറയുന്നത്. പൗലോസ് പറയുകയാണ്, കർത്താവേ എന്റെ 12-ാമത്തെ അധ്യായത്തിൽ വായിച്ചോളെ അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ 7 മുതലുള്ള വാക്യം വായിച്ചാൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ. ഇതായി പ്രശ്നം. വെളിപ്പാട് കിട്ടിയവരെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല. ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. വെളിപ്പാടില്ലാത്തവന് യാതൊരു പ്രശ്നവുമില്ല. വെളിപ്പാടുണ്ടോ അവൻ വെളിപ്പാടിനെ കുറിച്ച് പ്രവർത്തിക്കുന്നത്. ഇനി വെളിപ്പാട് വരാൻ പോകുന്നത് അടുത്തത് വെളിപ്പാട്. വെളിപ്പാട് വന്നു. അപ്പോൾ എന്താണ് പ്രശ്നമായി. വായിച്ചോ. ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ നിനക്ക് മതി. കൃപ എന്ന വാക്കിന്റെ അർത്ഥം എന്തോ? ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. എന്റെ സാന്നിധ്യം
നിനക്ക് മതി. അടുത്തത്, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. എന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഹല്ലേലൂയ. അതിന്റെ അടുത്തത്, ആകയാൽ അപ്പൊ ഈ ശക്തി തികഞ്ഞു വരിക എന്നുണ്ടെങ്കിൽ ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി, അപ്പൊ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. കൊടുങ്കാറ്റ് വരട്ടെ, പെരുങ്കാറ്റ് വരട്ടെ, ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ അധികമായി ആവസിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ അധികമായി വരേണ്ടതിന് ഈ പ്രതികൂല സാഹചര്യങ്ങൾ എനിക്ക് വരട്ടെ. അതിനെ പ്രതികൂല സാഹചര്യത്തിൽ എന്നെ കൊന്നുകളയുവാൻ നോക്കുന്ന ദുഷ്ടശക്തികളുമേൽ ഞാൻ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അതിനാണ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഹല്ലേലൂയ പ്രതികൂലങ്ങൾക്കെതിരായി ആഞ്ഞടിച്ചുകൊണ്ട് നിൽക്കും. ആ സമയത്ത് ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരികയാണ്. ഏത് പെരുങ്കാറ്റിലും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയെ പോലെ, ഉയരത്തിൽ പറക്കുന്ന കഴുകനെ പോലെ പറക്കുവാൻ ദൈവം നമുക്ക് അവരുടെ സാന്നിധ്യത്താൽ നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇത് നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. ഇപ്പൊ വായിച്ചോളെ. ആകയാൽ ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി, എല്ലാവരും പറയണം, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. ഏതാണ് നമുക്ക് ആവശ്യം? അവന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുന്നതോ അതോ നമ്മുടെ ഈ ചെറിയ വേദനയാണ് വരുന്നത്? ഹല്ലേലൂയ. ഈ ചെറിയ പ്രതികൂലമാണ് നമുക്ക് വരുന്നത്. ഏതാണ് വരുന്നത്? അവന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കണം. അതാണ് എല്ലാവരും പറയണം, അവന്റെ ശക്തി എന്റെ മേൽ ആവസിക്കണം. അവന്റെ ശക്തി എന്റെ മേൽ എന്റെ മഹൽക്കാലം ആവസിക്കുവാനാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുമ്പോൾ ഈ പ്രതികൂലങ്ങൾ ഒന്നും വലുതല്ല സഹോദരങ്ങളെ, ഒന്നും വലുതല്ല. ദൈവത്തിന്റെ ശക്തിയാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തതാണ് ദൂരക്കാഴ്ചയുള്ള പക്ഷി. വളരെ ദൂരക്കാഴ്ചയുള്ള പക്ഷി. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രത്യേകത ദൂരക്കാഴ്ചയുണ്ട്. എന്തുമാത്രം ദൂരക്കാഴ്ചയുണ്ടെന്ന് വെച്ചാൽ 9 മൈൽ ദൂരത്തിലുള്ള അതിന്റെ ഇരയെ അത് ദൂരത്തിൽ നിന്ന് കാണും. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 39 അതിൽ 28ാമത്തെ വാക്യം വായിച്ചാണ്. 29ാമത്തെ വാക്യം. അവിടെ നിന്ന് അത് ഇര തിരയുന്നു, 28 വരെ മനസ്സിലാകും. അത് പാറയിൽ കുടിയേറി രാപ്പാർക്കുന്നു, അത് പാറയിൽ കുടിയേറി രാപ്പാർക്കുന്നു, പാറ മുകളിലും ദുർഗത്തിലും തന്നെ. അവിടെ നിന്ന് അത് ഇര തിരയുന്നു. അവിടെ നിന്ന് ഇപ്പൊ ദൂരത്തിൽ നിന്നാണ് ഇര തിരയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്രയും ഭയങ്കര ദൂരത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കോഴിക്കുഞ്ഞ് അത് കണ്ടിട്ട് ഈ അമ്മച്ചിമാർ പറഞ്ഞു, അമ്മമാർക്ക് ചോദിച്ചാൽ അവർ പറഞ്ഞു, ഞാൻ എവിടെ കുക്കിൽ പോകുന്നു. കോഴി എത്ര നിറയുടെ കീഴിൽ ഇങ്ങനെ ഒതുക്കി പിടിച്ചോണ്ട് വെച്ചത് പറഞ്ഞാലും ഇതൊന്ന് വെളിയിൽ ഇറങ്ങാൻ നോക്കി ഇതിങ്ങനെ തമ്മിൽ ഉണ്ടാക്കാൻ അതിന്റെ കണ്ണീന്ന് പെട്ട് അതിന്റെ കണ്ണീന്ന് മാറിപ്പോകാതെ തോന്നണം. എത്ര വിളിക്കാൻ നോക്കിയാലും അതിന്റെ കണ്ണീന്ന് മാറിപ്പോകുന്നില്ല. അത് വന്ന് രാജിയും വന്നേനെയും തോന്നണം. ഇതിന്റെ പ്രത്യേകത വേറെ പ്രത്യേകതയുണ്ട്. വലിയ വെള്ളങ്ങളുടെ തീരത്ത് കൂടുതൽ വരുന്നത്. അപ്പൊ ഈ വലിയ വെള്ളങ്ങളുടെ ആഴങ്ങളിൽ നടക്കുന്ന മീന് ഇത് ദൂരത്തിൽ നിന്ന് കാണും. ഏറ്റവും താഴെയുള്ള മീൻ, ഏറ്റവും വലിയ മീനായിരിക്കും നോക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ വട്ടം ചുറ്റുവട്ടം ചുറ്റി തുടങ്ങും. ഈ മീൻ പൊങ്ങി വരുന്നത് വരെ തുടങ്ങും. മീൻ വന്ന് ഒരടി വെള്ളത്തിന് താഴെ ആയി കഴിഞ്ഞാൽ അപ്പഴേ സ്വന്തം. ഹല്ലേലൂയ. ഇതിന്റെ കണ്ണിന് അത്ര വലിയ ശക്തിയാണ്. സ്വന്തം. നമ്മുടെ ശക്തി ഇതുമാത്രം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കാനായിട്ട് അങ്ങോട്ട് പോകും. കുറച്ച് ദിവസമൊക്കെ ഒന്ന് പ്രകടിപ്പിച്ച് നോക്കും. പിന്നെ എന്തെങ്കിലും പ്രതികൂലം ഉണ്ടാകും, പറയുമ്പോൾ ഇത് നമുക്കുണ്ടാകില്ല. ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. നമ്മുടെ വീട്ടിൽ സ്വന്തം ഒരു ബിസിനസ് ആണെങ്കിലും ശരി, അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം വന്നെങ്കിലും നമ്മളൊരു പ്രാവശ്യം 2 പ്രാവശ്യം ശ്രമിച്ച് നോക്കും. പറ്റത്തില്ല, പറയുന്നത് നമുക്കുള്ളതല്ല, ഇതെനിക്ക് വിധിച്ചിട്ടില്ല. പലരും പറയും ഇതെന്നെ വിധിയാവില്ല, ഇതെന്റെ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചില കുഞ്ഞുങ്ങളെ പഠിക്കാൻ വേണ്ടി വലിയ പഠിക്കാനായിട്ട് ഡോക്ടറായിട്ടൊക്കെ പറഞ്ഞു പഠിക്കാനായിട്ട് വിടുകയും പിന്നെ വേറെ
എന്തെങ്കിലുമായിട്ട് വരും. പറയില്ല, അവനെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല, അവനെ വിധിച്ചിട്ടുള്ളതല്ല. സ്തോത്രം. അങ്ങനെ വിധിയെ പഴിച്ചുകൊണ്ട് നമ്മൾ അനേക പ്രാവശ്യം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോകുന്ന ഒരു ജനസതിയാണ്. സ്തോത്രം. അതിൽ നിന്ന് പിന്മാറാൻ പോകണം. സ്തോത്രം. ഇന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരാൻ പോകണം. ഹല്ലേലൂയ. സ്തോത്രം. പറഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരാൻ പോകണം. ഹല്ലേലൂയ. സ്തോത്രം. സദൃശവാക്യം 29:17 വായിച്ചിട്ടുള്ള 18. വെളിപ്പാടില്ലാത്തടുത്ത് ജനം മര്യാദ വിട്ട് നടക്കും. ഇത് തന്നെ എല്ലാ പ്രശ്നവും. കൊച്ചിനോട് എന്ത് കാര്യം പറഞ്ഞാലും ഇരുന്ന് വാഹവാക്കത്തില്ല. എന്ത് പഠിക്കാൻ പറഞ്ഞാലും അവൻ പഠിക്കത്തില്ല. സ്തോത്രം. ഭർത്താവാണെങ്കിൽ കണ്ടുപിടിച്ച് എങ്ങനെയും നടക്കും. എങ്ങനെയെങ്കിലും നമ്മുടെ വീടൊന്ന് കഴിഞ്ഞോളും. കുടിച്ചു കുടിയാതെ കാലാതും കുടിച്ച് എങ്ങനെയും ഒന്ന് കടന്നു കിട്ടണം. ഇന്നത്തെ ഒന്ന് കഴിച്ചു കിട്ടണം. ഇതാണ് മിക്കവാറുമുള്ള മലയാളി നമ്മുടെ ആൾക്കാരുടെ എല്ലാ സ്വഭാവം. നമുക്ക് ഏതെങ്കിലും വെളിപ്പാടുണ്ടോ, ഏതെങ്കിലും ഒരു ദർശനമുണ്ടോ, ഏതെങ്കിലും കാര്യം സാധിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? സ്തോത്രം. നമുക്കൊരു ദൂരക്കാഴ്ച ഉണ്ടാകും. ഇന്ന് രാത്രി ഇന്ന് പകലിൽ നമുക്ക് സംഭവിക്കാറുണ്ട്. അല്ല, വെളിപ്പാടില്ല. കുഞ്ഞുങ്ങളോട് മുന്നേ ഇനി എന്താ പഠിക്കുന്നത്? എന്തെങ്കിലും പഠിക്കണം. ഞാനിപ്പോൾ പഠിച്ചോണ്ടിരിക്കുക 10ാം ക്ലാസ്സിലാണ്. ഇനി അടുത്ത ഏതായാലും പഠിക്കാൻ പോകുന്നത് 10 മാസമായിട്ട്. +2 +1 ഒന്ന് പോകണം. പിന്നെ അതിന് പിന്നെന്ന് എനിക്കറിയത്തില്ല. പപ്പാടി അവർക്കാരൊന്നും അറിയത്തില്ല. അതിന് നമുക്ക് വെളിപ്പാടില്ല. അത് അമേരിക്കയിലുള്ള കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ 5000 വരെ ഞാൻ ഇന്നതാകാൻ പോകാം. സ്തോത്രം. ഹല്ലേലൂയ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിപ്പാടുണ്ടാകും. വെളിപ്പാടില്ലെങ്കിൽ ജനം എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കാത്തതെന്നറിയാം. ശരിയായിട്ട് അത് അവർക്കൊരു വെളിപ്പാടില്ല. അവർ എന്താകാൻ പോകുന്നു എന്ന്. നമ്മുടെ കുടുംബം എന്താകാൻ പോകുന്നു നമുക്കൊരു വെളിപ്പാടുണ്ടായിരിക്കും. സ്തോത്രം. ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. അവർ കല്യാണം കഴിച്ചിട്ടില്ല, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്തിനാണെന്നറിയാം? അവരുടെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ എന്നെക്കുറിച്ച് പറഞ്ഞ എൻ്റെ വല്യപ്പനും വല്യപ്പൻ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ സന്തോഷം അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഈ സന്തോഷം അറിയുന്നത് എൻ്റെ വല്യപ്പനും വല്യപ്പൻ ഈ ദൈവത്തെ അറിയുവാൻ, അയാൾ മദ്യപാനി 6 വർഷത്തുണ്ടെങ്കിൽ അയാൾ ദൈവത്തെ കാണുവാൻ ഒരു ദൈവം കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഈ കൃപയിൽ ജീവിക്കുന്നത്. അതിനാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അവർ പറയണമെന്ന് നമുക്കൊരു ദർശനം ഉണ്ടായിരിക്കണം. ആരെ പറ്റി അറിയണം? നമ്മുടെ അനന്തര തലമുറയെ പറ്റി നമുക്കൊരു ദർശനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സഭയ്ക്കൊരു ദർശനം ഉണ്ടായിരിക്കണം. ഈ 10 പേര് കൂടി ഇരിക്കേണ്ടത് ഞങ്ങൾക്ക് ഈ ദേശം മുഴുവൻ ഞങ്ങളുടെ കരക്കിലായിരിക്കണം. ഹല്ലേലൂയ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എങ്കിൽ ഈ ജനം എനിക്കുള്ളതാണ്. എന്റെ ഉള്ളക്കാർ ചവിട്ടുകളും എനിക്ക് അവകാശമായി തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഒരു ദർശനത്തിലേക്ക് നടക്കണം. കഴിഞ്ഞ രാത്രി ഞാൻ ആരാധന കടന്നുപോയി. അത് ആരാധന കടന്നുപോയി. ഞാനൊരു ഭവനം 2 നില കിട്ടണം പറഞ്ഞ് ഞാൻ പഴുതാർത്ഥം ഗൾഫിലായിരുന്നു. വെറുതെ കേട്ട് ഞാനത് വിറ്റ് പോകുന്നതിന് മുമ്പ് ഞാൻ അമേരിക്ക പറഞ്ഞ വീടിൻ്റെ അവിടെ എന്താ ആവശ്യം. അത് വിറ്റ് എൻ്റെ ബെഡ്റൂമിൽ ഒരു ആരാധന തുടങ്ങി. 5-6 മാസം മുമ്പ് ഒരു പ്രവാചകൻ വന്നിട്ട് അവിടെ ആരാധന തുടങ്ങി. ലിജോ താമസിക്കുന്നുണ്ട്. ലിജോ അതിനടുത്ത് തുടങ്ങി. അത് അതിനകത്ത് തുടങ്ങി. ഞാൻ അമ്മ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ആരാധനയ്ക്ക് ഒരു ദിവസം കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇന്നലെയായിരുന്നു ആരാധനയ്ക്ക് സംബന്ധിക്കാൻ കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കിടന്നലും ആരാധനയായി. പലരും ഞാൻ കിടന്നലും ആരാധനയായി. ഹല്ലേലൂയ. ഞാനൊരു റെസ്റ്റോറൻറ്റ് നടത്തി. അതൊരു ചർച്ചയായി. ഈ ബുധൻ ഞാൻ പറഞ്ഞ ഒരു വലിയ ബിസിനസ് തുടങ്ങി. അതും ചർച്ച. സ്തോത്രം. അപ്പൊ 3 തലവും എന്തായിരുന്നു? ആരാധന സ്ഥലമായി. ഇപ്പൊ നമ്മുടെ ഉള്ളകാല ചവിട്ടുന്ന ആരാധന സ്ഥലമായിട്ട് മാറുന്നു. ദൈവജനമാണ്, നാം വിശുദ്ധ ജനമാണ്, സ്വന്തം ജനം. ഹല്ലേലൂയ. വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനമാണ്. നമ്മുടെ ഉള്ളകാല ചവിട്ടുന്ന ആരാധനാലയമായി മാറണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെയും പിശാചിനെ സേവിക്കുന്നവരല്ല, ദൈവത്തെ ആരാധിക്കുന്നവരായി കണ്ടേ തീരണം. ഹല്ലേലൂയ. നമുക്കൊരു ദർശനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഞാനൊരു വേറൊരു ദർശനക്കാരനെ അറിയാം കാണിക്കുന്നത്. നമ്മുടെ ദർശനക്കാരെല്ലാം അറിയാവുന്നതാണ്. ആരാണ് വലിയ ദർശനക്കാരൻ? ജോസഫാണ് ദർശനക്കാരൻ. ജോസഫ് 17-ാമത്തെ വയസ്സിൽ ഒരു ദർശനം കണ്ടു. എന്താണ് കണ്ടത്? അവന്റെ കറ്റയിൽ മറ്റുള്ള സഹോദരന്മാരുടെ കറ്റയിലെല്ലാം കൂടെ വന്ന് നമസ്കരിക്കുന്നു.
അത് വന്നിട്ട് അവ എല്ലാവരോടും പറഞ്ഞാൽ നിന്റെ സഹോദരന്മാരെല്ലാം വന്ന് നിന്റെ മടങ്ങുമെന്നോ വീട്ടിൽ പോയിരുന്നു പറഞ്ഞാൽ അവർ ഓടിച്ചു വിട്ടു. പിന്നെയും ഒരു സ്വപ്നം കണ്ടു. അന്നത്തെ സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും വന്ന് വടങ്ങുന്നു, എന്നെ വടങ്ങുന്നുണ്ട്. എന്നാലും അപ്പൻ പറയാം അപ്പനത് വിശദീകരിച്ചു കൊടുക്കുക. എന്താ ദർശനമുണ്ട് പറയാണ്, ഞാനും നിന്റെ അമ്മയും പിന്നെ നിന്റെ 12 സഹോദരങ്ങളും നിന്നെ വണങ്ങുമെന്നാണ് നീ കണ്ട ദർശനത്തിന്റെ അർത്ഥം. ഓർക്കണം. അപ്പൊ അവന് മനസ്സിലായ ദർശനത്തിന്റെ അർത്ഥം എന്തുവാ? ഇപ്പൊ ദർശനത്തിന്റെ അർത്ഥം എന്താ മനസ്സിലായി? എന്താ പറയട്ടെ, എന്താ അതിന്റെ അർത്ഥം? മാതാപിതാക്കളും സഹോദരങ്ങളും വന്ന് അവരെ നമസ്കരിക്കും. ഇപ്പൊ ദർശനം 17ാമത്തെ വയസ്സിൽ പയ്യന്റെ ദർശനം കിട്ടിയതാണ്. സഹോദരന്മാരുടെ വെറുതെ വരുന്നു വരുന്നുണ്ട്, ഇവരെ ഞാൻ ശരിയാക്കിയില്ല, പിടിച്ചു കൊണ്ട കിണറ്റിനകത്ത് ഇട്ടു. അപ്പൊ കൊണ്ടകെട്ടി കിടന്നു ഇവരെന്താ പറയുന്നത്? പറയണ്ടോ സേവൻ? അയ്യോ കർത്താവേ തന്നു, ഇതൊന്നല്ല ഇതെന്റെ ദർശനം. അതാണ് ഇതെന്റെ ദർശനം, ഇതെന്റെ ദർശനമല്ല. ഒട്ടക്കെട്ടില്ലാത്ത എന്റെ ദർശനം പൂർത്തീകരിക്കുന്നത്. അവർ ഒട്ടക്കെട്ടിന്ന് വരച്ചിട്ടു ഈ സ്ലേവറിക്ക് പറ്റും. വിദ്യാർത്ഥി വന്നിട്ട് അവനെ വിറ്റു. വിറ്റ് കഴിഞ്ഞിട്ട് പറയാം, ഇത് എന്റെ ദർശനമല്ല. പറയാൻ ഇത് എന്റെ ദർശനമല്ല. അടിമ വരെ എന്റെ ദർശനമല്ല. അവ തുണി ഒന്നുമില്ലാതെ പോകുന്നത്. ആ പോകുന്ന വഴി പറയും, ഇതൊന്നും എന്റെ ദർശനമൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് ബുദ്ധിമാരുടെ ഭാഗത്ത് ചെന്നു അവിടെ കിടന്ന് അടിമവേലേക്ക് പറയാം, ഇതെന്റെ ദർശനമേ അല്ല, ഞാൻ ഇങ്ങനെയല്ല ഞാൻ ദർശിച്ചേക്കുന്നത്. എനിക്കൊരു ദർശനമുണ്ട്. ഉമ്മാരെല്ലാം വന്നെ വടങ്ങി, എൻ്റെ അപ്പനും അമ്മയും തന്നെ വടങ്ങും. ഞാൻ ആ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ് അവിടെ കുറച്ച് കാലം കഴിഞ്ഞ് 9 വർഷത്തോളം അവിടെ നിന്നിട്ട് ഞാനൊക്കെ ചെയ്ത ഭക്തിമാർ അന്നാൻ പിടിച്ച് അവനെ പിടിച്ച് ആളൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ആളെ കണ്ട നല്ല സുന്ദരനായ യോഗ്യന ചെറുപ്പക്കാരനാണ്. 17ാമത്തെ വയസ്സിൽ 9 വയസ്സും 26 വയസ്സ് 28 വയസ്സായി കണ്ട യോഗ്യനായിട്ടുള്ള പയ്യനെ കണ്ടു കഴിഞ്ഞുള്ള ഭക്തിമാരുടെ ഭാര്യ ഇവനെ കണ്ടാൽ കൊള്ളാമല്ലോ, ഇവനെ നമുക്ക് കൊള്ളാം. പ്രൈസ് ഗോഡ്. അവളെ ചിന്തിച്ചു, ഇവനെ നല്ല പറ്റിയ പയ്യനെ ചെറുപ്പക്കാരൻ സഹോദരൻ. അവർക്ക് മണി നമുക്ക് ഒരു കാര്യം ചെയ്യും, നമുക്ക് 2 രൂപ കിടക്കാം. ഭർത്താവില്ല, കുഴപ്പമൊന്നുമില്ല, ആരും ഒന്നും പറയത്തൊന്നുമില്ല. പ്രൈസ് ഗോഡ്. അത് പറഞ്ഞ് നമുക്ക് കാര്യമില്ല, ശരിയാ, നല്ല കാര്യം. നീന്റെ കണ്ടവന് സുന്ദരിയാ, കാണാൻ നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ദർശനം ഇതല്ല. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ എന്റെ ദർശനം ഇതല്ല. എനിക്കൊരു ദർശനമുണ്ട്. കാരണം ഞാൻ ഈ ദർശനം പ്രാപിക്കാൻ പോയാൽ എന്റെ ദർശനം എനിക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ നിന്റെ ദർശനമായിട്ടില്ല, ഞാൻ എന്റെ ദർശനമായിട്ടിരിക്കുകയാണ്. അവൾ അത് ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവന്റെ ദർശനം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടുന്ന് അവളെ വിളിച്ച് പറഞ്ഞു, എന്റെ ദർശനം നീ പൂർത്തീകരിക്കുന്നതിന് നീ കൂടാൻ കഴിയില്ല. അവനെ പിടിച്ച് ജയിലിലിട്ടു. ജയിലിലിട്ടോടെ പറയാണ്, ഇതെന്റെ ദർശനമേ അല്ല. പ്രൈസ് ഗോഡ്. ജയിലിൽ കിടന്നപ്പോഴാണ് 2 പേര് ദർശനം കണ്ടോണ്ട് വന്നിരിക്കുന്നത്. അവൻ പറയാണ്, ഒരുത്തൻ അപ്പക്കാരൻ, ഒരുത്തൻ മാനവാത്രമാകുന്നു. ഇവര് 2 പേര് ദർശനമില്ലാത്തവർ വേറൊരുത്തരുടെ ദർശനം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ദർശനം കണ്ടവന് മാത്രമേ വേറൊരുത്തരുടെ ദർശനത്തെ പറ്റി പറയുവാൻ സാധ്യമാകുകയുള്ളൂ. ഇന്ന് ദർശനമുള്ള ഒരു കർത്താവ് ദാസന് എന്നോട് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ദർശനത്തെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഞാൻ പറഞ്ഞു, കർത്താവ് ദാസനെ ആ ദർശനം സാധിക്കും. ഹല്ലേലൂയ. ഓ സ്തോത്രം. എത്ര ഏക്കർ സ്ഥലമായിരുന്നു പറഞ്ഞു? 3 ഏക്കർ ഡോക്ടറോട് പറയണേ എന്റെ കാര്യം കൊണ്ടെന്ന് പറഞ്ഞു. കുട്ടികളുടെ കഥ മനസ്സിലായിരുന്നു. കുട്ടികളുടെ ജോർജ് കുട്ടികളുടെ ജോർജനെ കാണുന്നുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞേക്കണം എന്റെ കാര്യം. ഇവിടെ കിടക്കുന്നോ കുണ്ടറെ കിടക്കുന്നോ പറയുന്നത്. നീയൊക്കെ പറവോണ്ട് എനിക്ക് ചെല്ലുമ്പോഴേ എന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അവന്റെ ദർശനം എവിടെ ഇരിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. പറവോന്റെ അടുക്ക ചെന്നിട്ട് കുണ്ടറെ കിടക്കുന്നവൻ, ജയിലിൽ കിടക്കുന്നവൻ പറയണം. പറവോന്റെ അടുക്ക ചെന്നിട്ട് എന്റെ കാര്യം പറയണമെങ്കിൽ അവന്റെ ദർശനം ഇവിടെ ഇരിക്കുന്നത് പറയില്ലേ? രാജാവിന്റെ രണ്ടാമനാകാനുള്ള ദർശനത്തിനകത്ത് ഇരിക്കുന്നത്. ഞാൻ രാജാവിന്റെ രണ്ടാമനായി മാത്രമേ എന്റെ സഹോദരനും എന്റെ അപ്പനും വന്നിട്ട് എന്നെ വണങ്ങുള്ളൂ. അവനെപ്പോഴും
ഇവരെ കുമാരി വന്നില്ല, ദൈവം ഇവരെ കൊണ്ടുവരുമെന്ന് അറിയാം. പ്രേരിക്കോട് എനിക്കൊരു ദർശനമുണ്ട്. ദർശനമുണ്ട്. ഹബക്കൂക്കിനോട് ചോദിക്കണം, ഹബക്കൂക്ക് എന്റെ ദർശനം എന്തായി? ഹബക്കൂക്ക് പറയാ, നീ ആ ദർശനം ഒന്ന് എഴുതിയെ കൊണ്ടുവച്ച് ഒന്ന് എല്ലാ കല്ലൊരു കാടൊക്കെ കൊണ്ട് ഒന്ന് എഴുതി വെച്ചാണ് പ്രേരിക്കോട്. ആ ദർശനം എങ്ങനെയാ? ഒന്ന് എഴുതി ഓടിച്ചൊന്ന് എഴുതി വരും. അത് ഒരു നിശ്ചയം. അഭിഷേകം ചെയ്ത് നീ ഇസ്രായേലിന്റെ രാജാവാണ്. രാജാവാകാൻ അഭിഷേകം ചെയ്തിരിക്കും. വേറൊരു രാജാവ് വിളിക്കുന്നത് ഇവിടെ രാജാവ് ഉണ്ടല്ലോ, പിന്നെ എന്നെ എന്തിനാണ് അഭിഷേകം ചെയ്തത്? അപ്പൊ രാജാവായിട്ട് അഭിഷേകം ചെയ്തപ്പോൾ പുള്ളിയുടെ വാസം ആരോട് അറിയാം? ആരുടെ ഹല്ലേലൂയ സ്തോത്രം. ഒരു കംപ്ലൈന്റും ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ് രാജാവ് കൊല്ലാൻ ഓടിച്ചപ്പോഴും ഒരു പ്രശ്നവുമില്ല പുള്ളിക്ക്. കാരണം ഇതൊന്നും എന്റെ ദർശനമല്ല. എന്റെ ദർശനം ഇസ്രായേലിന്റെ രാജാവാകാനാണ് എന്റെ ദർശനം. അവിടെ എനിക്കൊരു ദർശനം തന്നിട്ടുണ്ട്. ആരാകാന്? ഇസ്രായേലിന്റെ രാജാവാകാനാണ് ദർശനം തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് ഇസ്രായേൽ രാജാവ് വന്നിരിക്കുകയാണ്, ഗുഹയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അവന്റെ സൈന്യാധിപനൊക്കെ പറയാണ്, ഇപ്പൊ നല്ല അവസരമാണ് ശൗലിനെ കൊല്ലാൻ. ഇപ്പൊ നല്ല അവസരം. നീ എനക്ക് അവനെ കൊല്ലുകയും ചെയ്യാം, നിനക്ക് രാജാവാകുകയും ചെയ്യാം. ഇന്നലെ പറയാം, ദാവീദിന്റെ സംസാരം എന്നറിയാം. ദാവീദ് പറയുന്നത്, ഞാൻ ഇപ്പൊ അവനെ കൊന്നാൽ ഞാൻ കൊലപാതകയാകുന്നതല്ല എന്റെ ദർശനം. ഹല്ലേലൂയ. ആരെ കൊന്നിട്ട് എനിക്ക് വലിയവനാകണ്ട. ഹല്ലേലൂയ. അവൻ ചാകിന്റെ ഒരു ദിവസമുണ്ട്. ഇല്ലെന്നുണ്ടെ ദൈവം അവൻ തന്നെത്താൻ ചാവും. ഇല്ലെന്നുണ്ടെ അവനൊരു ദൈവം കൊല്ലും, അല്ലെ അവൻ ചാകും. അത് ഞാൻ രാജാവാണ്. ചിലപ്പോൾ പരിപാടിയുണ്ട്, പാസ്റ്റർമാരെ കൊന്നിട്ട് വേണം അവന് ഗൗരവില്ല. പാസ്റ്റർമാരെ കൊന്നിട്ട് വേണം അവന് വലിയ പാസ്സാകാൻ. ഇവനെ ഇയാളെ എങ്ങനെയാണ് തട്ടിക്കാണിട്ട് വേണം എനിക്ക് വലിയ മൂത്ത പാസ്സാകാൻ. ഈ ദർശനമല്ല ദൈവത്തിന്റെ. നമുക്കൊരു ദർശനമുണ്ട്. ആ ദർശനം അടുത്തതായിട്ട് ദാവീദിന്റെ അടുക്കല് ശൗലാലെ കിടവെന്ന് പറയുകയാണ്. വെള്ളം എടുക്കാൻ വന്നതാണ്, വെള്ളപാത്രം എടുക്കാൻ വന്നത്. അപ്പൊ കൂടെ വന്ന് പറയാണ്, ഞാൻ ഇവരെ ഇപ്പൊ ഒറ്റ കുത്തിനാണ് വന്നത്. ഇതിനെ കൊല്ലണ്ട, എനിക്ക് കൊലപാതകയാകണ്ട, എനിക്ക് രാജാവാകണം. എനിക്കൊരു ദർശനമുണ്ട്. ആരാകണം? രാജാവാകണം. ദാവീദിന്റെ ദർശനമാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവജനമേ, നമുക്കൊരു ദർശനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വലിയവരാകാം. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദിവസം ഈ കർത്താവിന്റെ ദാസൻ വന്നിട്ട് പ്രസംഗിച്ച് സംസാരിച്ചപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, വളരെ ഒരു പ്രവചനം ഞാൻ പറയാൻ പോവുകയാണ്. അനേക രാജ്യങ്ങളിൽ ചെന്ന്, യൂറോപ്പുകളിൽ ചെന്ന്, വെളുപ്പരോടും കറമ്പരോടും നാനാവിധ ജാതികളോട് ചെന്ന് സുവിശേഷം അറിയിക്കുന്നത് ഞാൻ ദർശിക്കുന്ന പ്രവേശിക്കാറ്. ദർശനം പറഞ്ഞതിന് പിറ്റേ 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് കർത്താവിനാഥ് പറഞ്ഞ് ഈ ബൈബിൾ കോളേജിൽ പോയിട്ട് ബൈബിൾ കോളേജിൽ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനും അതിന് ബൈബിൾ കോളേജിൽ പോയിട്ട് ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക. ഇത് അറിയാത്തൊരു പരിപാടി, ദൈവത്തിന്റെ പരിപാടി എന്ന് നോക്കിയുണ്ട്. ബൈബിൾ കോളേജിൽ പോകാത്തവരെ കൊണ്ടാണ് ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസിനെ പാസ്റ്റർമാർക്ക് സെമിനാർ നടത്തുന്നത്. അമേരിക്കയിൽ ഒരു വലിയ പാസ്റ്ററുണ്ട്, ബ്രൂക്ലിൻ ടാബർനാക്കിൾ എന്ന് പറഞ്ഞൊരു ചർച്ചിലെ. അദ്ദേഹം ആ ദേവദാസിനെ കൊണ്ടാണ് ഈ ബൈബിൾ കോളേജ് ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്തോത്രം. അമേരിക്കയിലുള്ള എല്ലാ പാസ്റ്റേഴ്സിന്റെയും ബൈബിൾ സെമിനാർ നടത്തുന്ന അദ്ദേഹമാണ്. സ്തോത്രം. അദ്ദേഹമാണ് വലിയ പ്രാർത്ഥനാ വീരനാണ്. സ്തോത്രം. ഒരു ദിവസം പ്രസംഗമെല്ലാം കഴിഞ്ഞുള്ള ഒരു കർമ്മന കയറി വരികയായിരുന്നു. ഇദ്ദേഹം നടന്ന് ഇതുവഴി അങ്ങോട്ട് മുന്നോട്ട് നടന്ന് അങ്ങോട്ട് അടുത്ത് ചെന്നിങ്ങനെ നാറ്റം കാരണം സഹിക്കാൻ വയ്യ. മൂത്രം മലനാറുന്ന അല്ലാത്തതാണ്. സ്തോത്രം. അതുപോലെ തന്നെ പുള്ളി ഒരു $25 എടുത്തിട്ട് കൈകൊണ്ടാണ് കൊടുത്തത്. അന്നേരം കരഞ്ഞോട് പറഞ്ഞ്, ഞാൻ ഇത് വാങ്ങാനല്ല വന്നത്, എനിക്ക് നീ പ്രസംഗിച്ച ദൈവത്തെ എനിക്ക് ആവശ്യമായിരിക്കുന്നു. ഇദ്ദേഹം ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയുകയാണ്, തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. നീ പ്രസംഗിച്ച ദൈവത്തെയാണ് പറഞ്ഞത്. എനിക്ക് ആവശ്യമായിരിക്കുന്നത്. അത് ദേവദാസൻ പറയുകയായിരുന്നു, ഞാൻ ഇപ്പൊ എനിക്ക് അവരെ മൂത്രമൊക്കെ മുടക്കുന്നത് അവരെ ദൈവത്തിന്റെ വാസനയാണ് അവന്റെ മേലുള്ളത്. കൊണ്ടുപോയി കിടക്കുന്നവരെ ഈ മാർക്കത്തിൽ ഈ വഴിയിൽ കിടക്കുന്നവരെ അനേകായിരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നവരെ ഈ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന വല്ലസനം ഉണ്ടാകട്ടെ. നശിച്ചു
ചിന്തിക്കരുത്, വലിയത് ദർശിക്കണം. ഹാലലുയ, ഉന്നതമായിട്ടുള്ളത് ചിന്തിക്കണം. ഹാലലുയ, ദൈവം അതിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. കഴുകൻ എന്നാണ് ചെയ്യുന്നത്? കഴുകൻ ദൂരത്ത് നിന്ന് തേടുന്നു. ഹാലലുയ, ദൂരത്ത് നിന്ന് തേടുന്നവരായി തീരണം നമ്മൾ. ഹാലലുയ, സ്തോത്രം. ഒരു പക്ഷേ ഇവിടെ ആയിരിക്കാം, പക്ഷെ ദൂരത്തിരിക്കുന്ന ഇരയെ നാം കാണണം. ദൂരത്തിരിക്കുന്നവരെ നമ്മുടെ അടുത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം പ്രാർത്ഥനയാൽ ഉപവാസത്താൽ അത് സാധിച്ചെടുക്കണം. ദൈവത്താൽ സാധിപ്പിക്കുന്ന ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത്. ആ ദൈവം സാധിപ്പിച്ച് തന്നെ ഇരിക്കും. ഹാലലുയ, ഹാലലുയ, സ്തോത്രം. അടുത്തത് കഴുകന്റെ കൂട്. സ്തോത്രം. കഴുകൻ കൂട് വെക്കുന്നതിനെ പറ്റി പറയാൻ പോവുകയാണ്. ഹാലലുയ, സ്തോത്രം. അത് പറയുന്നതിന് കഴുകന്റെ കൂടും കഴുകന്റെ മുട്ടയും പറയുന്നതിന് വേണ്ടി എനിക്ക് ശാന്തിന്റെ ആവശ്യമായിരിക്കുന്നു. ഹാലലുയ, സ്തോത്രം. നിങ്ങളതിന് വളരെ ശ്രദ്ധയോടെ ആയിരിക്കും. കഴുകൻ കൂട് വെക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. കൂട് വെക്കുന്നത് ഉയരത്തിലാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അതിന് 73 അടി ഉയരം മുതൽ മേലോട്ടാണ് കൂട് വെക്കുന്നത്. സ്തോത്രം. കഴുകനെ പറ്റി ഇന്റർനെറ്റിനകത്ത് പോയി നോക്കിയാൽ കഴുകനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. സ്തോത്രം. അതിന്റെ കൂടിന്റെ വെയിറ്റ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോലും ഭയങ്കര 2000 പൗണ്ട് വെയിറ്റ് ഉണ്ട് ഈ കൂടിന് മാത്രം. സ്തോത്രം. ഹാലലുയ. കഴുകൻ കൂട് വെക്കുന്നത് ആദ്യം മുള്ളുകൊണ്ട് ഒരു കൂടുണ്ടാക്കും. സ്തോത്രം. മുള്ളുകൊണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ അതിന്റെ സെക്യൂരിറ്റി വേണം. ഒരു ദുഷ്ടനും ഒരു ശത്രുവും അവിടെ കടന്നു വരരുതെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ കൂട് വെക്കുന്നത്. ഹാലലുയ. അതിനുശേഷം അതിനകത്ത് പുല്ലുകൊണ്ടാണ് നിരത്തും. സ്തോത്രം. പുല്ലുകൊണ്ട് നിരത്തിയതിനു ശേഷം വീണ്ടും മുള്ളുവാകുവാൻ തുടങ്ങും. എന്തിനാണ്? രണ്ടാമത്തെ മുള്ള. അഥവാ ഒരു ശത്രു കയറി ഈ മുള്ളിനകത്തൂടെ കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത മുള്ളിനകത്തുനിന്ന് അത് അകത്തോട്ട് കയറായിരുന്നു. എന്നിട്ട് ഈ മുള്ളു നിരത്തിയതിനു ശേഷം അതിനകത്ത് പിന്നെയും പുല്ലുകൊണ്ടാണ് നിരത്തുക. പുല്ലുകൊണ്ട് നിരത്തിയതിനു ശേഷം വീണ്ടും അതിന്റെ നെഞ്ചത്തെ രോമം, ഈ രോമമെല്ലാം പറിച്ച് ഇതിനകത്തിലേക്ക് കൂടിനകത്ത് കൊണ്ടുവന്ന് വെക്കും. സ്തോത്രം. നമ്മൾ കുരുവിയുടെ കൂടോ നിങ്ങൾ ഏതെങ്കിലും പറവയുടെ കൂടി നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കൂടെ മുഴുവൻ നിങ്ങൾ കിടക്കുന്ന കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അതിന്റെ കൂടെ എന്തുകൊണ്ട് വരുന്നതിന് വളരെ കംഫർട്ടബിൾ ആയിരിക്കണം. അത് സ്തോത്രം. അതിന് വളരെ കംഫർട്ടായിട്ടും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്താണ് ഇത് കൂട് ഉണ്ടാക്കുന്നത്. സ്തോത്രം. എന്താണ് കൂടിനെ കാണിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. സ്തോത്രം. ഗലാത്യലേഖനം നമ്മൾ വായിച്ചത്. ഗലാത്യലേഖനം 3:27 മുതൽ വായിച്ചു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നമ്മുടെ നേരത്തെ ഏതെങ്കിലും ശത്രുവിന് വരുവാൻ സാധിക്കും? അതാണ്. കാരണം ദുഷ്ടന് കിടക്കുവാൻ വയ്യാത്ത പോലെ ഒരു മുള്ളാണ് ദുഷ്ടനുള്ളത്. ആ മുള്ളെന്താണ്? ക്രിസ്തുവാകുന്ന പുതപ്പ്. അതിന് അതിന് ആകെ കിട്ടുന്ന സ്നാനമേക്കാത്തവർ കിട്ടുമോ? പൊട്ട പറയാതെ സ്നാനമേക്കാത്തവർ കിട്ടുന്നില്ല. ഇന്ത്യയുടെ ആകെ സ്നാനമേറ്റോളം പ്രവേശിക്കുകയാണ്. എന്തിനാണ് സ്നാനമേക്കുന്ന? ക്രിസ്തുവിനെ ധരിക്കുകയാകുന്ന. സ്തോത്രം. ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശത്രുവിനകത്തോട് കയറാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പുല്ലുണ്ട്. ആ പുല്ലെന്താണ്? നമ്മുടെ മാംസം. അതല്ലേ? സ്തോത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുള്ളു കാണുന്നുണ്ട്. ആ മുള്ളാണ് നമ്മുടെ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കുന്നത് നമ്മുടെ ഹൃദയം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഹൃദയത്തിനോട് കിടക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു മുള്ളാണ്. അതിന് രക്തത്താലാണ് സംഹാരത്തിനകത്തോട് കിടക്കാൻ വയ്യാത്ത പോലുള്ള ഇരുമുള്ള. നമുക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. ഈ മുള്ള അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് അകത്തോട് ചെല്ലുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം. അതിനകത്ത് ഇരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. സ്തോത്രം. എഫേസ്യലേഖനം 1-ാമത്തെ വാക്യം വായിച്ചു. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? മുദ്രയിട്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ മുദ്രയിട്ടിരിക്കുന്നത്? ഞാൻ ഒന്നുകൂടെ ആ പറഞ്ഞ വാക്യത്തിനകത്തോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ പോസ്റ്റ് ലെറ്റർ അയക്കാറുണ്ടല്ലോ, വേണ്ടപ്പെട്ടവർക്ക് ലെറ്റർ അയക്കാറുണ്ട്. നമ്മൾ സ്റ്റാമ്പ് ഒക്കെ ഒട്ടിക്കും. സ്റ്റാമ്പ് ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ ലെറ്റർ പോകും. ലെറ്റർ പോകുന്നില്ല.
വിടാൻ പറ്റുന്നു. അപ്പൊ ഈ ഒരു മുദ്ര വീഴണം. എന്തിനാണ്? പോസ്റ്റ് ഓഫീസിന്റെ. ഈ പോസ്റ്റ് ഓഫീസിന്റെ മുദ്ര ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ഇവനാണ് ഇളക്കം തുടങ്ങും. പിന്നെ പറയാം എനിക്ക് പോണം 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 പോണം. പിന്നെ അവൻ ഇരിക്കത്തില്ല. പറയുന്നത് എന്നെ എന്താ പറഞ്ഞു വിടാത്ത, എന്നെ പറഞ്ഞു വിട്ടോളാ പറയുന്നത്. എവിടെയാണ് ചെന്ന് വഴി തടഞ്ഞു കൊണ്ടിട്ട് പറയും എനിക്ക് ഇവിടെ ഇരിക്കാനുള്ളതല്ല, എനിക്ക് എന്നെ അയച്ചാൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ എത്ര സാധനത്തിൽ എത്തിക്കണമെന്ന് പറഞ്ഞാൽ എത്തിയിരിക്കുന്നത്. ഞാൻ ഓരോരുത്തരും അടങ്ങിയിരിക്കുന്നില്ല പറയുന്നത് എനിക്ക് അവിടെ തന്നെ എത്തുന്നു എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ മുദ്ര വീണ ഏവരും എവിടെ പിന്നത്തെ അവന്റെ ഒഴുകും. എവിടെ അയക്കാൻ പറ്റുമോ അവിടെ പോകണം. അപ്പൊ ഈ കൂട് മനസ്സിലായല്ലോ. ഈ കൂടെ എങ്ങനെയാണ്? ആ കൂടെ എവിടെ വെച്ചിരിക്കുന്നത്? താഴെയുള്ള കൂടല്ല പ്രേസ്കാണ്, അത് ഉയരത്തിൽ ആ കൂട് വെച്ചിരിക്കുന്നത്. പ്രേസ്കാണ് ഒരു ദുഃഖത്തിന് കടക്കാതെ വേണം നമ്മെ ഓരോരുത്തരെയും അവന്റെ ഭദ്രമായ ചിറകിൽ നിഴലില്ല കാത്തു പരിപാലിക്കുകയാണ്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർക്ക് ഒരു വലിയൊരു മുള്ളാണ് ദുഃഖൻ, ഒരു വലിയ മുള്ളായിട്ട് മാറുകയാണ്. ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചവന് അപ്പൊ പിശാചിന് അതിനെക്കാട്ടി വലിയൊരു മുദ്രയാണ്. പിന്നെ അതും പോരാതെ പരിശുദ്ധാത്മാവ് അത് ആ കംഫർട്ടർ ഇംഗ്ലീഷ് വായിക്കുന്നു. ആ കംഫർട്ടർ വന്നു കഴിയുമ്പോ എത്ര കംഫർട്ടാണ് ജീവിതം. അത് മുട്ടയിടുന്നത് നിങ്ങളെ പറഞ്ഞുതരാം. ഈ ഇവിടെ കോഴിയൊക്കെ മുട്ടയിട്ട് ഈ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മുട്ട 10 ഒരു മുട്ട എടുത്തിട്ട് കോഴിയുടെ അടിയിൽ ഇങ്ങനെ കൊണ്ട് നടയൊക്കെ അങ്ങോട്ട് വരും. അവിടെ വെച്ച് കഴിഞ്ഞാൽ കോഴി ചിറമൊക്കെ ഇങ്ങനെ വിടാത്തി അങ്ങോട്ട് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ 21 ദിവസം ഇരുന്ന് കഴിയുന്നുണ്ട്. പിന്നെ കോഴി ഇങ്ങനെ വെളിയിലോട്ട് മാറിയിട്ട് മാറിയിട്ട് ഓരോ മുട്ടയുടെ ചൂടുകൊണ്ട് കിടുന്നത് നോക്കാൻ. എന്റെ അടുത്ത് കോഴിക്ക് ചെന്ന് വെളിയിലോട്ട് വരും. അത് കോഴി കൊത്തിയിട്ട് പൊട്ടാത്താണെങ്കിൽ തള്ളവർ ചെയ്ത് കോഴി ഇങ്ങനെ വിരലിനെ ചൂണ്ടി നഖം കൊണ്ട് ഇങ്ങനെ വെള്ളം തട്ടും. തട്ടുന്നുണ്ടെങ്കിൽ പൊളിഞ്ഞ് വരുന്നുണ്ട്. അത് ഇളകി കോഴിക്ക് വെളിയിലോട്ട് വരുന്നത്. പക്ഷേ കഴുകന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല വെളിയിൽ വരുന്നത്. കഴുകന്റെ കുഞ്ഞുങ്ങൾ വളരെ പ്രത്യേകതയാണ്. കഴുകനാണ് എല്ലാം ഇരുന്ന് കഴിഞ്ഞാൽ അമ്മ കഴുകനും അപ്പ കഴുകനും കൂടെ മാറി ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കും ഇവന്മാർ വെളിയിൽ വരാൻ വേണ്ടി. കാരണം ഇത് വെളിയിൽ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അതെന്താ വെളിയിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്നത്? ഇപ്പൊ അഥവായി അമ്മ കഴുകനോ അപ്പം കഴുകനോ ഇതിനെ കൊത്തി വെളിയിൽ ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ജീവനോടിരിക്കത്തില്ല. കാരണം ഇതിന്റെ ഹാർട്ട് വളരെ സോഫ്റ്റാണ്. അത് പെട്ടെന്ന് എത്തുള്ളൂ. അതുകൊണ്ട് ഇത് തന്നെത്താൻ ഇരുന്നിട്ട് ഇങ്ങനെ ഇത് മുട്ടയാണെന്നുണ്ടെങ്കിൽ അകത്തിരുന്നുണ്ട് ഇത് തന്നെത്താൻ കൊത്താറുണ്ട്. ഇങ്ങനെ ഒന്ന് കൊത്തി പിന്നെ 2 കൊത്തി. അപ്പൊ അകത്തിന് കൊത്തും തോറും ഇതിന്റെ ഹാർട്ട് ചെയ്തിരിക്കുകയാണ്, ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ്. കൊത്തി 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 ഹാർട്ട് വളരെ കട്ടിയാകുന്ന കൊത്തും ഈ മുട്ട ഇങ്ങനെ പൂർത്തി ചെയ്ത് വരും. മുട്ട പൂർത്തി ചെയ്യുന്നത് ഇത് തിരിച്ചോട് ഈ കഴിയുമ്പോൾ വെളിയിലോട്ട് വരും. അപ്പൊ അമ്മ കഴിയുന്നൂടെ തിരിച്ചുകൊണ്ട് മോനെ നീ ഇറങ്ങി വന്നത് എത്ര സന്തോഷം. അമ്മ കഴിയുന്ന എത്ര സന്തോഷം അറിയാം. ഇതുപോലെ തന്നെയാണ് ഈ സമുദായമായിരിക്കുന്ന ഈ മുട്ടത്തുണ്ട്, സമൂഹമാകുന്ന ഈ മുട്ടത്തുണ്ട്. സ്തോത്രം. ഈ മുട്ടത്തൊണ്ടിന്റെ വലയത്തിൽ ഇരിഞ്ഞിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളാണല്ലോ ഈ ഹാർട്ടിന് വളരെ ശക്തിവത്തമാണ്. അത് ഈ നമ്മുടെ ഭയങ്കര വലയത്തിൽ ഈ മുട്ടത്തൊണ്ടെന്ന് പൊളിച്ചിട്ട് വെളിയിലിറങ്ങി അതിദോഷം ജീവിച്ചിരിക്കത്തില്ല. കൂടുതൽ ഇത് ജീവനോട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമുദായമാകുന്ന ഈ മുട്ടയുടെ തൊണ്ടിനകത്തുനിന്ന് ഇത് വെളിയിലിറങ്ങണം. തന്നെത്താൻ കൊത്തി പൊട്ടിച്ച് വെളിയിലിറങ്ങണം. തന്നെത്താൻ പൊട്ടിച്ച് വരാത്തൊന്നും ജീവനോട് ഇരിക്കത്തില്ല. ഞാൻ ഇതിനകത്ത് ഒരു വിടുതൽ പ്രാപിച്ചു പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും ഒരു വിടുതൽ പ്രാപിച്ചു. ഞാൻ ഇതിനകത്ത് ഒരു വിടുതൽ പ്രാപിച്ചു. ദൈവം എനിക്കൊരു വലിയ വിടുതൽ തന്നു. എനിക്കൊരു ഉറച്ച ഹൃദയം തന്നിരിക്കുകയാണ്. ആ ഉറച്ച ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ആ ഉറച്ച ഹൃദയം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ സമുദായത്തിന്റെ ഈ സമൂഹത്തിന്റെ സാഹചര്യത്തിന്റെ മുട്ടയുടെ തൊട്ട് പൊട്ടിച്ച് വെളിയിലിറങ്ങി വരണം. അങ്ങനെ വെളിയിലിറങ്ങി വന്ന അതിനെ പിന്നെ വേറൊരു പരിപാടിയുണ്ട്. അത് കുറച്ച് തൂവലുകളൊക്കെ കിളിക്കാറുണ്ട്. തൂവലുകളൊക്കെ കിളുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെന്ത് ചെയ്യണം? പറക്ക പഠിപ്പിക്കണം. ഇനി ഇതിന്റെ പരിപാടിയാണ് അമ്മ കഴിവിനും അപ്പം കഴിവിനുമുള്ള ഒരു പരിപാടിയാണ്. ഇതിനു മുമ്പ് അമ്മ കഴിവിനും അപ്പം കഴിവിനുള്ള
കഴിക്കുന്നതാണ് ഭയങ്കര രസമാണ്. അത് പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. കാരണം ഇവർ രണ്ടുപേരും കൂടെ ലവ് മാരേജ് നടത്തുന്നത്. സ്തോത്രം. ആദ്യം ഈ അമ്മക്കഴികൾ പറയും, നിനക്ക് എന്നെ സ്നേഹമാകുന്ന കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ തന്നെ ഞാൻ ഇവിടുന്ന് വേറെ പോയി ഒരു കമ്പ് താഴോട്ട്, ഈ കമ്പ് താഴോട്ട് വന്ന് താഴെ വീഴുന്നതിന് മുമ്പ് ഇതൊന്ന് ബുദ്ധിമുട്ടുണ്ടാണ്. സ്തോത്രം. ഇത് പിടിച്ചെടുത്ത് മേളിൽ കൊണ്ടുവരണം. പിന്നെ കൊണ്ടുവന്ന് ഈ താഴെ ഈ മണ്ണിൻ്റെ കൊടുക്കും. അത് പിന്നെ ഇത് ഇങ്ങനെ പല പ്രാവശ്യമായി കഴിയുമ്പോഴാണ് ഈ ഫീമെയിൽ കഴിഞ്ഞതിന് മെയിൽ കഴിഞ്ഞതിന് സ്നേഹം വരുന്നത്. പ്രയസ്തമാണ്. ഇവർ ജീവിക്കുന്നത് 40 വർഷം. പറയുന്നത് 40 വർഷം. 40 വർഷത്തെ ജീവിതത്തിൽ നമുക്കിപ്പോൾ ഡോക്ടർമാരുടെ കണ്ണ് കാണാൻ വയ്യാതെ ഡോക്ടറെ കണ്ണാടി ഉപയോഗിച്ച് തരും. അതേമാതിരി എല്ലാവരും കണ്ണാടി ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ദൂരദർശനമുള്ളത്. ഹാലേലൂയ. 40 വർഷം വരെ ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇനി കണ്ണിൽ നല്ല കാഴ്ചയാണ്. തീവ്രമുള്ളത് ഇരിക്കാറുണ്ട്. നമ്മളെ അപ്പൊ ഇങ്ങനെയാണ് കഴിയാൻ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത്. അതിന് കഴിഞ്ഞ് 40 വർഷം ഒന്നിച്ചുള്ള ജീവിതമാണ്. അപ്പൊ അന്നേരമാണ് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. കുഞ്ഞിനെ ഈ രാത്രി ഇരിക്കുന്നതോടെ അമ്മ നല്ല ഒന്ന് ഇളക്കാൻ തോന്നും. കൂടുകളെ കൂടെ കൂടാനൊക്കെ അത് പഠിക്കണം. ചെറുതായി രണ്ടു പഠിപ്പിക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് ഈ ആവർത്തന പുസ്തകത്തിനകത്തുണ്ട്. സ്തോത്രം. ഈ കൂടുകളെ ഇങ്ങനെ കൂടെ അനക്കി മെല്ലെ അനക്കി ഈ കഴിവ് കുഞ്ഞി ഇങ്ങനെ ഓടാനായിട്ട് വേണം. ഓടാൻ തുടങ്ങുന്ന മമ്മിയോട് പറയാം, മമ്മി എന്തോ എന്നെ കാണിക്കുന്നത്, എനിക്ക് വേദനിക്കുന്നു, എനിക്ക് ഞാൻ ഇവിടെ ഇരിക്കേണ്ട സ്വസ്ഥമായിട്ടിരിക്കേണ്ട അങ്ങനെ എന്ന പലപ്പോഴേ മറന്നേ പറ്റുള്ളൂ. ഇത് ആദ്യം ഈ ചില കൂടെ എല്ലാം വീട് പിന്നെ ഉള്ളവരോട് കൊള്ളാൻ തുടങ്ങുന്ന വേദന എടുക്കുന്നത്, എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് കൊച്ചിങ്ങനെ ഓടി കിടക്കാണ്. ഓട് കിടക്കാം. പക്ഷെ തള നിർത്തത്തില്ല. തള നിർത്താതെ ഇങ്ങനെ വേണമെങ്കിൽ ഒടുവിൽ തള ഒറ്റ ചാർന്ന് ചാർന്നില്ല. ഈ കമ്പി ഈ കുഞ്ഞുങ്ങൾ താഴോട്ട് വീട്. അപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഈ അമ്മയ്ക്ക് അത് ഒരു സ്നേഹവും എന്നോടില്ല. ഇത്തരമായിട്ട് ക്രൂരമായിട്ട് എന്നോട് പ്രവർത്തിച്ചത് പറഞ്ഞ് ചിന്തിച്ചപ്പോൾ താഴോട്ട് വീഴാനാണ് നിലം പരിചാകാരം വേണ്ടി തത്തയുള്ളത്. അതിന്റെ ചെറിയ നോക്കിയത് പിന്നെയും കൂടെ കൊണ്ടുവരുന്നത്. പിന്നെയും അമ്മ തുടങ്ങി ഈ പരിപാടി. ഇതിങ്ങനെ ദിവസങ്ങൾ അങ്ങോട്ട് കഴിയുന്നുണ്ട്. പിന്നെ മെല്ലെ ഇങ്ങനെ ചെറുതായിട്ടാണ് മെല്ലെ അടിക്കാതെ അതിന്റെ കുഞ്ഞി ചിറവുകൾ മെല്ലെ അടിക്കാതെ അങ്ങനെ മെല്ലെ അടിച്ചടിച്ച് പറകാതെ എന്തൊരു സന്തോഷം വന്നിരിക്കണോ. അയ്യോ മമ്മി ഞാൻ കണ്ടോ പറയുന്നത് കണ്ടു എന്നാണ് പിന്നെ വരുന്നത്. പപ്പായോട് പറയണം, പപ്പ കണ്ടോ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ പറയണം, എനിക്ക് പപ്പായോട് പറക്കാൻ അറിയാം. ഹല്ലേലൂയ. പിന്നെ പറയണം, മമ്മി നമുക്ക് എല്ലാവരും ഒന്നിച്ച് പറക്കാം. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ. സ്തോത്രം. ആരോട് കൂടി പറക്കാണ്? ക്രിസ്തുവിനോടുകൂടെ അതിരൂപരാകുവാനാണ് വിളിച്ചിരിക്കുന്നത്. വളരെ റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. ആരോട് അനുരൂപരാകണം? അവരോട് അനുരൂപരാകണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ.
ഇത് പറക്ക പഠിച്ചുകൊണ്ടിരിക്കുക. ഓടിപ്പോകരുത്. ഹല്ലേലൂയ. ഈ കുത്തുകൊണ്ടെങ്കിലേ പറക്ക പഠിക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. പറക്ക പഠിക്കണം. ഉന്നതങ്ങളിലേക്ക് പറക്കണം എന്നുണ്ടെങ്കിൽ ഈ ഉള്ളുകൊണ്ടെന്നാണ് ഓടിപ്പോകേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. അത് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെന്നുണ്ടെങ്കിൽ ഈ കുത്തും കൊള്ളും ഒക്കെ കൊണ്ടെന്നിരിക്കണം. പൗലോസിനോട് പൗലോസ് പറയും എന്തുമാത്രമാണ് അനുഭവിച്ചത്. നമ്മെ വായിച്ചാണ് 1-2 മുതൽ 11-24 വായിച്ചിട്ട് എന്തുമാത്രം കുത്തും അടിപിടിയാണ് ഉള്ളത്. 5 വട്ടം. ഹല്ലേലൂയ. പിന്നെ 3 വട്ടം. പിന്നെ കല്ലേറ്. പിന്നെ കപ്പച്ചേതം. ഉണക്കളപ്പ്. ഹല്ലേലൂയ. വൈദാഹം. പാട്ടണി. നഗ്നത. ഇതെല്ലാം അനുഭവിച്ച് ശത്രുക്കളായുള്ള ആപത്ത് പോയി. അത് മാത്രമല്ല ഇതെല്ലാം കഴിക്കാം. സഹോദരന്മാരുടെ ആപത്ത്. ഇതെല്ലാമാണ് പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളിലെല്ലാം ഈ മുള്ളെല്ലാം കൊണ്ടിട്ടും എവിടെയായിട്ടാണ് പറക്കുന്നത്. അവൻ പറയുകയാണ് എന്നെ ആര് പറക്ക പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്? ദൈവം പറക്ക പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വായിക്കണ സോദരം മനസ്സിലായി കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊരു പറക്ക പഠിച്ച് അവന്റെ സ്വരൂപത്തോട് ഈ പത്രോസ് പറയുന്നത് ഞാനങ്ങനെ അങ്ങ് വലിയവരായി എന്നുള്ളതല്ല, ഞാൻ അവിടെ വരെ പോകണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. സ്തോത്രം.